ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് എനിക്കൊരു പുതിയ വിശേഷമുണ്ട്. എന്തെന്നറിയാമോ? മുരിങ്ങപ്പൂ. മുരിങ്ങപ്പൂ തോരൻ. നിറയെ മുരിങ്ങപ്പൂ കിട്ടിയിട്ടുണ്ട്. ദേ കണ്ടോ? ഈ മുരിങ്ങപ്പൂവിന് ഒത്തിരി ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് തോരൻ വയ്ക്കാൻ ഒരു സ്പെഷ്യൽ തോരനാണേ. ഞാൻ വെള്ളം ഒഴിച്ച് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് മാറ്റി വെക്കണം. എന്തെന്നറിയാമോ? ഇതിൽ നിന്ന് പുഴു വല്ലതും ഉണ്ടെങ്കിൽ ചാടി വരണം. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അങ്ങനെ പുഴുവൊന്നുമില്ല. എന്നാലും നമുക്കൊരു ഉറപ്പ് വരുത്താനായിട്ട് നമ്മളിങ്ങനെ ചെയ്യും. ചെറു ചൂടുവെള്ളമാണേ. ഇത് നോക്ക്, കഴുകി വാരി വൃത്തിയാക്കി നമ്മൾ ഇതാണ് വെള്ളം വാലാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നോക്ക്, കുട്ടി കുട്ടി മുരിങ്ങക്കോലൊക്കെ ആയി വരുന്നത് കണ്ടോ? പിന്നെ അതേ പച്ചമുളക്, പെരുംജീരകം, കറിവേപ്പില, സവാള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ തേങ്ങ, പിന്നെ 2 മുട്ട. ഇതാണ് മെയിൻ ഐറ്റം. ഇതാണ് സ്പെഷ്യലായിട്ടുള്ള സാധനം. അങ്ങനെ വേണ്ടേ, ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിട്ട് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വാടി ഒന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനിയാണ് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് അത് നല്ലതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഈ വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂ മുഴുവനും തട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നമ്മൾ കുറേ നേരം മൂടി വെച്ചിട്ട് വീണ്ടും ഇളക്കി നോക്കുന്നു. പിന്നെ അങ്ങോട്ട് നമുക്കെന്താണ്, തേങ്ങയും ജീരകവും എല്ലാം കൂടെ ചേർത്ത് നമ്മളത് ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ഒന്ന് ചേർത്തിട്ട് പിന്നെ നമ്മൾ അവസാനം വേണ്ട കുറച്ചും കൂടെ കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും നമ്മൾ പൊത്തി മൂടി വെക്കും. അത് കഴിഞ്ഞിട്ട് ഇനിയുമാണ് ഹൈലൈറ്റ് സാധനം, മുട്ട ചീക്കി പൊരിച്ചത്. വേണ്ട, അത് തന്നെ ഒരു കുഴി കുത്തി എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് നീട്ട് ചിക്കി പൊരിച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് കൊത്തു പൊറോട്ടയ്ക്ക് ഇട്ട് കൊത്തുന്ന പോലെ അങ്ങോട്ടിട്ട് കൊത്തിയിട്ട് നല്ലതായിട്ട് ഇളക്കണം. അപ്പോൾ നല്ല മണമാണ് കേട്ടോ ചിക്കൻ മസാലയുടേതും. പിന്നെ പെരുംജീരകം ഇട്ടിട്ടുണ്ട്, കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു മണം വരും. നല്ലതായിട്ട് ഇളക്കണം കേട്ടോ. നല്ലവണ്ണം ഇളക്കി പൊത്തി വാരി വീണ്ടും ഒരിച്ച് നേരം ആവിക്ക് വെച്ചു. അതിനുശേഷം നല്ല പരുവത്തിനൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് മാറ്റി വയ്ക്കാം. നിറച്ചുണ്ട് കേട്ടോ. കൂണ് തോരൻ വെക്കുന്ന പോലെയും പിന്നെ കക്കയിറച്ചി തോരൻ വെക്കുന്ന പോലെയൊക്കെ ഉള്ളൊരിതാണ്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും ഒന്ന് പൂ കിട്ടുമ്പോൾ ട്രൈ ചെയ്യണേ. ബായ്.